ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാലിനിയെ ഗുണ്ടകൾ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. ആ സമയമാണ് കമലിൻ്റെയും വിഷ്ണുവിനെയും വരവ് കേട്ടോ. അവരുടെ ഇറക്കവും വരവും ഒക്കെ ഒന്നൊന്നര വരവ് തന്നെയാണ്. അത് കാണുന്ന ശാലിനിക്കും അനുപല്ലവിക്കും രാമേട്ടനൊക്കെ ഒരു സമാധാനമാവുകയാണ് കേട്ടോ. പിന്നീട് ഗുണ്ടകളാണെങ്കിലും ഇവന് ഭാര്യ എന്ന പുച്ഛത്തോടു കൂടി നിൽക്കുകയാണ്. ആ സമയം വിഷ്ണു ഏട്ടാ എന്നും പറഞ്ഞിട്ട് അങ്ങ് കൊതറിയിട്ട് ശാലിനി ചെന്ന് വിഷ്ണുവിനെ കെട്ടിപ്പിടിക്കുമ്പോൾ ഉടൻ തന്നെ വിഷ്ണു ഏട്ടാ ഇവര് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയം വിഷ്ണുവിനെ കണ്ടവിടെ തന്നെ എടാ വഴിപോക്കനാണെങ്കിൽ മാറി നിൽക്കാൻ നോക്ക്, നീ ആരടാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു വഴിപോക്കൻ തന്നെ എന്ന് പറഞ്ഞിട്ടോ. ഇതേ സമയം അല്ല നിങ്ങളിപ്പോൾ എന്താ ഈ തടിമരങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത്, മര്യാദക്ക് ഇത് എടുത്തു മാറ്റ്, എങ്കിൽ ഈ വഴിപോക്കൻ അങ്ങ് പോയേക്കാം എന്ന് പറഞ്ഞ ഉടനെ പറയണേ ഇത് ഞങ്ങളുടെ കാടാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങളാണ് ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് പറയാൻ കേട്ടോ. അതും കൂടി അങ്ങ് ആവുമ്പോൾ പിന്നീട് ഉത്തരം നൽകാൻ പറ്റാതെ ഇങ്ങനെ വിഷ്ണു നിൽക്കുമെന്നാണ് അവർ പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ വിഷ്ണു ആണെങ്കിൽ അവരെ ഞെട്ടിപ്പിക്കുന്ന പ്രകടനമാണ് കേട്ടോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, സംഭവമൊക്കെ ശരി, ആ നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്, അതിനെങ്ങനെ പിടിച്ചു വെക്കുന്നത് തീരെ ശരിയല്ല, അതൊരു വയസ്സായ ഒരാളുമാണ്, അവരെയും പിടിച്ചു വെക്കരുത്, നിങ്ങൾ ഇവരെ രണ്ടുപേരെയും അങ്ങ് വിട്ട് കഴിഞ്ഞാൽ ഞാൻ പോവും, ഇത് ചോദിക്കാൻ നീ ആരുടെ, അത് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞല്ലോ, തന്നോടല്ലടോ അവരെ വിടാൻ പറഞ്ഞത്, നല്ല പോലത്തെ ഭാഷയിൽ പറഞ്ഞ തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്നും പറഞ്ഞ് വിഷ്ണു കൈ വെച്ച് എടാ കമല എന്ന് പറയുമ്പോഴേക്കും അടുത്തവൻ ഇങ്ങനെ അടിക്കാൻ വിഷ്ണുവിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ കമലൻ്റെ ആ തടച്ചിൽ അത് കാണുന്ന അവൻ പോലും ഞെട്ടിപ്പോകുന്നു. പിന്നീട് നല്ലൊരു പ്രകടനം തന്നെയാണ് അവിടെ നടക്കുന്നത്. ഇടിയും പൊടിയൊക്കെ ആയിട്ട് അങ്ങ് വിഷ്ണു ഒരു വിധത്തിൽ അങ്ങ് ഒരു മുക്കിലോട്ട് കൂട്ടുമ്പോഴാണ് ആ സമയം അങ്ങോട്ടേക്ക് ഒരു ഗുണ്ട വിഷ്ണുവിനെ കുത്താനായി കത്തിക്കൊണ്ട് വരുന്നത് ശാലിനി അങ്ങ് കാണുന്നു. ഒന്നും നോക്കില്ല, തൻ്റെ ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി അങ്ങ് ഓടിയെത്തണം. അതോടുകൂടി ആ കത്തി ചെന്ന് കയറുന്നത് ശാലിനിയുടെ വയറ്റിലോട്ടാണ് കേട്ടോ. പിന്നീട് ശാലിനി വിഷ്ണുട്ടാ എന്ന് പറയുമ്പോഴേക്കും ഗുണ്ടകൾ ഓടി രക്ഷപ്പെടാണ്. അപ്പോഴേക്കും കമല അവരെ വിടരുത് എന്ന് വിഷ്ണു പറയുന്നുണ്ട്. പക്ഷേ ശാലിനി ഇങ്ങനെ ആകെ പിടയാണ്. വിഷ്ണുട്ടാ എന്ന് പറഞ്ഞ് മരണത്തോട് മല്ലടിച്ചും കൊണ്ടിരിക്കണം കേട്ടോ. ആ മാതിരി കുത്താണ് കുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശാലിനി മരണത്തിലോട്ട് ഇങ്ങനെ പോകുമ്പോഴേക്കും ഗുണ്ടകൾ ഓടി രക്ഷപ്പെടുന്നു. എന്നാൽ ഈ സമയം ഇപ്പുറത്ത് ശാരദാമ്മയാണ് കാണിക്കുന്നത്. ശാരദാമ്മ ഇങ്ങനെ അമ്പലത്തിൽ പോയിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് പിള്ളയും രാഘവനും കയറി വരുന്നുണ്ട്. അങ്ങനെ ശാരദാമ്മയും പിള്ളയും തമ്മിൽ കണ്ടുമുട്ടാണ്. ആഹാ ഇതിപ്പോൾ നല്ല യാദൃശികമായൊരു കണ്ടുമുട്ടലാണല്ലോ എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ ആ ശാരദാമ്മ നിങ്ങളെ കാണണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ചിന്തിച്ചതാ. അപ്പോൾ ശാരദാമ്മ ചോദിക്കുന്നുണ്ട് ആ വീട് വിട്ട് ഇറങ്ങുക എന്നാണ്, അതൊന്നും അറിയില്ല, എന്നാണെങ്കിൽ ഇറക്കാണ്, വല്ലാത്തൊരു ജീവിതമാണ് ഇപ്പോൾ ആ വീട്ടിൽ എല്ലാവരും ജീവിച്ചിരിക്കുന്നത്. എൻ്റെ മോൾ ശ്യാമയോ അത് കേട്ടോടെ തന്നെ ഉള്ളതുപോലെ പറയാലോ ശാരദാമ്മ, അതിനെ ഇങ്ങനെ ആ വീട്ടിലിട്ട് വല്ലാതെ ബുദ്ധിമുട്ടിക്കരുത്, ആ വീട്ടിൽ നിന്നും ആ കുട്ടിയെ കൊണ്ടുവരണം, ആ പപ്പിയുടെ മാനസികാവസ്ഥ വല്ലാതെ അപ്പുറമാണ്, അതിനാണെങ്കിൽ അതിൻ്റെ അച്ഛനെ കണ്ടിട്ട് ഒത്തിരി ദിവസങ്ങളായി, അച്ഛനെ കാണാത്ത ആ ഒരു ടെൻഷനും ആ കുഞ്ഞിലുണ്ട്, അതുകൊണ്ട് എല്ലാവരും ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ് കടന്നു പോകുന്നത്, അതുകൊണ്ട് തന്നെ ശാരദാമ്മ അവരെ ഇട്ട് ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഒന്നും തോന്നരുത്, എൻ്റെ മനസ്സിലുള്ളത് ഞാനങ്ങ് പറഞ്ഞു എന്ന് മാത്രം എന്ന് ശാരദാമ്മയോട് രാഘവൻ പറയുന്നു. പിന്നീട് പിള്ള വരുന്നു, അർച്ചനയ്ക്കുള്ള ആ വഴിപാട് ആ ഒരു പൈസയൊക്കെ അടച്ചു എന്ന് പറഞ്ഞ് പിള്ള വരികയാണ് കേട്ടോ. അപ്പോഴേക്കും ശാരദാമ്മ പൂജാരിയുടെ മുന്നിൽ ചെയ്യുമ്പോൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. ഇന്ന് എന്താ ശാരദാമ്മ ഈ പൂജയുടെ ഉദ്ദേശം? ഇന്ന് എൻ്റെ മരുമകൻ വിഷ്ണു അവന് പുതിയൊരു ജോലി കിട്ടിയിരിക്കുന്നു, അവനെ അങ്ങോട്ടേക്ക് ഒരുങ്ങാണ്, അപ്പോൾ രണ്ടുപേരുടെയും പേരിൽ ഒരു പൂജ ചെയ്യണം, ഒരു അർച്ചന ചെയ്യണം എന്ന് വിചാരിച്ച് എങ്ങനെയുണ്ട് എന്നൊക്കെ പൂജാരിയോട് ചോദിക്കുമ്പോൾ പൂജാരി പറയണം രണ്ടുപേർക്കിൽ ഒരാൾക്ക് വെച്ചടി കയറ്റമാണ് വരാൻ പോകുന്നത്, വിഷ്ണുവിന് വെച്ചടി കയറ്റമാണ്, എന്നാൽ അങ്ങനെയല്ല നിങ്ങളുടെ മകൾക്ക് ഈ പറയുന്ന ശാലിനിക്ക്. അത് കേൾക്കുന്ന ശാരദാമ്മ എന്താ ഈ പറയുന്നത്, എൻ്റെ കുഞ്ഞിന് എന്ത് പറ്റി, എൻ്റെ കുഞ്ഞ് ജീവിതം തുടങ്ങാൻ പോകുമ്പോൾ അത് കേട്ടോടെ തന്നെ നിങ്ങളുടെ കുഞ്ഞിന് ആപത്ത്, നിങ്ങളുടെ കുഞ്ഞിന് ഇനി വെച്ചടി കയറ്റമല്ല അനർത്ഥങ്ങളാണ് വരാൻ പോകുന്നത്. അത് കേൾക്കുന്ന ശാരദാമ്മ എന്താ തിരുമേനി, എന്തെങ്കിലും പ്രതിവിധിയുണ്ടോ, എന്തെങ്കിലും പൂജകൾ ചെയ്യണം? പ്രതിവിധിയില്ല, ഈശ്വരനോട് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് കാര്യമൊന്നും വ്യക്തമാക്കാതെ അവിടെ നിന്നും പോകുന്നു കേട്ടോ. ഇതേ സമയം ശാരദാമ്മയുടെ നെഞ്ചെടുപ്പ് പടപട ആയി തുടങ്ങിയാണ്. ഈശ്വര എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താവും, എൻ്റെ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ, ഈശ്വര എൻ്റെ കുഞ്ഞിനെ കൈവിടരുതേ എന്നുള്ള പറച്ചിലൊക്കെ ആയി കേട്ടോ. അങ്ങനെ ശാരദാമ്മ വലിയ ടെൻഷനിൽ തന്നെ ഇങ്ങനെ ശാരദാമ്മ നിൽക്കുകയാണ്. ഈ സമയമാണെങ്കിലോ ഇപ്പുറത്ത് ഇങ്ങനെ സുസ്മിതയാണ് കാണിക്കുന്നത്. സുസ്മിത ഈ ഒരു ശാലിനി വിഷ്ണു അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇനി കിടക്കുന്നത്, മരണമാണ് ശാലിനി വിഷ്ണുവിൻ്റെ ജീവിതത്തിലോട്ട് വരാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫ്ലാഷ് ന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ ലൈവായി കാണുമ്പോൾ തനിക്ക് കിട്ടുന്ന ആനന്ദം, താനെ പറഞ്ഞേൽപ്പിച്ച ആ ഗുണ്ടകൾ അത് കറക്റ്റായി ചെയ്തപ്പോൾ പറയാൻ വാക്കുകളില്ല. അവൾ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നു എന്ന് പറയുമ്പോൾ പിന്നെ പറയാനില്ലല്ലോ.
അത് കണ്ട് രോഹിത് വരികയാണ്. അപ്പോൾ രോഹിത് പറയണേ ഇതിൻ്റെ പിറകിൽ ആരാണ് സുസ്മിത, ഇതിൻ്റെ പിറകിൽ ആ ചന്ദ്രബോസാണോ? അത് കേട്ടിട്ട് ചന്ദ്രബോസ് അങ്ങ് വരുന്നു കേട്ടോ. ചന്ദ്രബോസ് പിന്നെ തലങ്ങും വിലങ്ങും നോക്കില്ല. ചന്ദ്രബോസ് കഴുത്തിനങ്ങ് പിടിച്ചിട്ട് എടാ ഞങ്ങളുടെ ഉപ്പും ചോറും നിന്നിട്ട് ഞങ്ങളെ ഭരിക്കുന്നുണ്ട്, എടാ നെറികെട്ടവനെടാ ആയേ എന്നൊക്കെ പറഞ്ഞിട്ട് വാക്കുകൾ വളരെ മോശമായി സംസാരിക്കുന്നു കേട്ടോ. അപ്പോഴേക്കും ദേ ചിറ്റപ്പ അവനെ അങ്ങ് വിട്ടേക്ക്, അവനെ അങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളൂ, അവനെ ചോറുവിടെയും കൂറും അവിടെ ആ ഒരു സ്വഭാവക്കാരനാണല്ലോ എന്നും പറഞ്ഞിട്ട് ചിറ്റപ്പ ഒന്ന് വന്നേ എന്ന് പറഞ്ഞ് പുറത്തോട്ട് പോകുന്നു കേട്ടോ. ചിറ്റപ്പ എന്തായി അവന്മാരെ പിടിച്ചു എന്നൊക്കെ ഫ്ലാഷ് ന്യൂസിൽ പറയുന്നു. എന്നാൽ അവന്മാർ കാര്യമായി ഒന്നും വ്യക്തമാക്കുന്നില്ല. ഇപ്പോൾ ന്യൂസിലുണ്ട്, ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുക എന്ന് പറയില്ല. അവന്മാരെ ചോദ്യം കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ അവന്മാർ സത്യങ്ങൾ തുറന്നു പറയും. ഇല്ല, അവരെ കൊന്നാലും അവർ സത്യങ്ങൾ തുറന്നു പറയില്ല. അതുകൊണ്ട് എൻ്റെ സുസ്മിത ഇനി പേടിക്കണ്ട. അപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങ് തുടങ്ങിയല്ലേ? തുടങ്ങട്ടെ, നീ വിളിക്കേണ്ടവർക്ക് വിളിച്ചിട്ട് അവൾ മണ്ണടിഞ്ഞു ചത്ത് മലർന്നു കിടക്കുന്നു എന്നുള്ള സത്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞേക്കെന്ന് പറയാനേട്ടാ. അങ്ങനെ പിന്നീട് പ്രധാനപ്പെട്ട ആളുകൾക്ക് തന്നെ വിളിക്കുകയാണ്. അതായത് ഒരു മന്ത്രിക്കാണെന്ന് തോന്നുന്നു, ആ ഒരു ചെയറിലിരിക്കുന്ന ഒരാളെ കാണിക്കുന്നുണ്ട്. അയാൾക്ക് സുസ്മിത വിളിക്കാണ്. ശാലിനി വിഷ്ണുവിൻ്റെ ന്യൂസൊക്കെ കേട്ടോ, അവള് വിലങ്ങ് തടിയായി നിൽക്കുന്നത് കണ്ടപ്പോൾ നീ അങ്ങ് വെട്ടി വീഴ്ത്തിയില്ലേ എന്ന് സുസ്മിതയോട് ചോദിക്കുമ്പോൾ സുസ്മിത പറയുന്നുണ്ട്, ഞാനങ്ങ് വീഴ്ത്തി. സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും എനിക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നെങ്കിൽ അതിന് വെട്ടുകയല്ലാതെ വേറെ നിവൃത്തിയില്ലത്, അതങ്ങ് ചെയ്തു, അത്ര തന്നെ. എന്തായാലും നന്നായി, ഇനി നമ്മുടെ കാര്യങ്ങൾ അങ്ങ് മുന്നോട്ട് നീങ്ങില്ല. നീക്കാം എന്ന് പറയാനിട്ടോ. ഇതേ സമയമാണെങ്കിലോ അത് ഈ ജപ്തിയുടെ കാര്യങ്ങളാണ് തോന്നുന്നു, ബാങ്കിൻ്റെ ആ ഒരു ഇടപാടിൻ്റെ ആ ആൾക്കാർ വിളിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ആ സമയം ഇത് കേട്ട് രോഹിത് വരികയാണ്. ഇത് ചതിയാണ്, ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല, ഇത് ചതിയാണ്, ഇത് ചെയ്യുന്നത് ചതിയാണ് എന്നൊക്കെ പറയുമ്പോൾ എടോ നീ ഞങ്ങളെ ചതിയെന്നൊന്നും നീ പഠിപ്പിക്കണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിൽ ശാലിനിയെ തന്നെയാണ് കാണിക്കുന്നത്. ശാലിനി ഇങ്ങനെ മരണത്തോട് മല്ലടിച്ചും കൊണ്ടിരിക്കുകയാണ്. ശാലിനിയുടെ ജീവൻ ഇനി കിട്ടുമോ എന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി എന്തായാലും സത്യഭാമയുടെ ആ റോൾ എത്തുകയാണ്. സത്യഭാമയ്ക്ക് ഇനി വീടും കിടപ്പാടൊന്നും താമസിക്കാൻ കിട്ടിയിട്ടില്ലെന്ന് രാഘവൻ പറഞ്ഞതും ഇനി ശാരദാമ്മയുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നതിൻ്റെയും ആ ഒരു സൂചനയാണ് ഇടപ്പം കണ്ടിരിക്കുന്നത്. അപ്പോൾ ശാലിനി ഇനി ഹോസ്പിറ്റലാവുമ്പോൾ ക്ഷാമ വിവരങ്ങൾ അറിയാൻ ഓടിയെത്തുന്നുണ്ട്. പിന്നീട് സത്യഭാമ തൻ്റെ പേരക്കുഞ്ഞുങ്ങളാണ് എന്നുള്ള സത്യം സത്യഭാമ അറിയാണ് കേട്ടോ. അതോടുകൂടിയാണ് ഇനി കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്നത്. ഇനി സത്യഭാമ നെഞ്ചത്ത് കൈവച്ച് കരയുന്നതും അതുപോലെ തന്നെ രോഹിത്തിനെ ഇവരിനി വെച്ച് കളിക്കുന്ന ആ ഒരു സീനുകളാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി സത്യഭാമ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ശാലിനിയെ തൻ്റെ സ്വന്തം മകളായി തന്നെ നല്ലൊരു സ്നേഹമൊക്കെ കൊടുത്ത് അടിപൊളി സത്യഭാമ ഇങ്ങനെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടി ഇങ്ങനെ വിഷ്ണു നിൽക്കുന്ന ആ ഒരു സീനും വിഷ്ണു ഇനി വെച്ചടി കയറ്റവും ഇതുവരെ തന്നോട് ചെയ്തതിനൊക്കെ പ്രതികാരമൊക്കെ ചെയ്യുന്ന ആ സീനുകളാണ് കേട്ടോ നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി ശ്യാമയുടെ ആ ഒരു ഇതിന് ഉത്തരം കിട്ടുന്ന ആ ഒരു സീനാണ്. താൻ ചെയ്തതെല്ലാം പാപമായിരുന്നു, ഒരിക്കലും ശാലിനിയോട് ഇത്രയും വലിയ ക്രൂരത ചെയ്ത് തലതല്ലി കരഞ്ഞാൽ പോലും മതിയാവില്ല എന്നുള്ള ആ ഒരു അവസ്ഥയിലോട്ടാണ് കേട്ടോ ഇനി കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഡെയിലി റിവ്യൂസും അപ്കമിങ് റിവ്യൂസൊക്കെ ഈ ചാനലുണ്ടായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാലിനിയെ ഗുണ്ടകൾ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. ആ സമയമാണ് കമലിന്റെയും വിഷ്ണുവിനെയും വരവ് കേട്ടോ. അവരുടെ ഇറക്കവും വരവൊക്കെ ഒന്നൊന്നര വരവ് തന്നെയാണ്. അത് കാണുന്ന ശാലിനിക്കും അനുപല്ലവിക്കും രാമേട്ടനൊക്കെ ഒരു സമാധാനമാകും കേട്ടോ. പിന്നീട് ഗുണ്ടകളാണെങ്കിലും ഇവന്